ചിരിക്കുകയാണെങ്കിൽ പിന്നെ ചിരി നിർത്താൻ പറ്റില്ല എന്ന് ഒരു വാറ്റുചാരായത്തെക്കുറിച്ച് സലീം കുമാർ ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗിൽ വാസ്തവത്തിൽ അതാണ് ഹമാസ് അടക്കമുള്ള ഭീകരരുടെ ഒരു പ്രധാന ആയുധം എന്ന് പറയുന്നത്. പാവങ്ങളുടെ കൊക്കൈൻ എന്ന് വിളിക്കപ്പെടുന്ന ക്യാപ്റ്റഗൺ ഗുളികകളാണത്. അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറപ്പില്ലാതെ ഒരാളെ കൊല്ലാൻ കഴിയും. ചോരപ്പുഴകൾക്ക് നടുവിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ശവശരീരങ്ങൾക്കിടയിൽ വെച്ച് ഒരാൾക്ക് ലൈംഗികോദാഹരണം ഉണ്ടാക്കാൻ കഴിയുന്ന റേപ്പ് ഡ്രഗ് ഗുളികയാണത്. മാത്രമല്ല പാരീസ് ഭീകര ആക്രമണത്തിന് ശേഷം അതിനൊരു പേരും കിട്ടി എന്നുള്ളതാണ്. ജിഹാദ് ഡ്രഗ് എന്നാണ് അതിൻ്റെ പേര്. ഇതൊരിക്കലും ഗാസയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല, ഇന്ത്യയെ വരെ ഭീഷണിയിൽ നിർത്താൻ പോകുന്ന ഒരു കാര്യമാണ്. ഹമാസ് ഭീകര സംഘടന പാകിസ്ഥാനിലും അതേപോലെ തന്നെ ബംഗ്ലാദേശിലും തങ്ങളുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും ശക്തമാക്കുന്നു എന്നുള്ളതാണ് എന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതിയായിട്ടുള്ള റൂബൻ അസർ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പശ്ചിമേഷ്യയ്ക്ക് പുറത്ത് തങ്ങളുടെ ശൃംഖല വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹമാസ് ഈ രാജ്യങ്ങളിലെ പ്രാദേശികമായിട്ടുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഗാസയ്ക്ക് പുറത്ത് ഫണ്ടിങ് കണ്ടെത്താനും അതേപോലെ തന്നെ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനും ലോജിസ്റ്റിക് സൗകര്യങ്ങൾ ഒരുക്കാനുമാണ് ഹമാസ് പാകിസ്ഥാനെയും അതേപോലെ തന്നെ ബംഗ്ലാദേശിനെയും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നാർക്കോ ഭീകരതയും ഇന്ത്യൻ മണ്ണിലേക്ക് എത്താൻ സാധ്യത ഏറുകയാണ്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിന് നേരെ നടത്തിയിട്ടുള്ള ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളെ മാതൃകയാക്കി ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും അതേപോലെ തന്നെ സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താൻ ഇവർ പദ്ധതിയിടുന്നതായിട്ട് ഇസ്രയേൽ സ്ഥാനപതിയായിട്ടുള്ള NDTVക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ആവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഹമാസിൻ്റെ ഈ നീക്കങ്ങളെക്കുറിച്ചിട്ട് ഇസ്രയേൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുമായിട്ട് ഹമാസ് നേതാക്കൾക്ക് അവരെ രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയതായിട്ട് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് അവർക്ക് കണ്ടെത്താനായിട്ടുണ്ട്. അത് മാത്രമല്ല ഷെയ്ഖ് ഖാലിദ് ഗദൂമി അതേപോലെ തന്നെ ബാലിദ് മിഷാൽ തുടങ്ങിയ മുൻനിര ഹമാസ് നേതാക്കൾ ബംഗ്ലാദേശിലെയും അതേപോലെ തന്നെ പാകിസ്ഥാനിലെയും തീവ്ര നിലപാടുള്ള സംഘടനകളുടെ റാലികളിലും അതേപോലെ തന്നെ മതപരമായിട്ടുള്ള ചടങ്ങുകളിലും എല്ലാം തന്നെ പങ്കെടുക്കുന്നുമുണ്ട്. എന്തിനധികം പറയുന്നു, പാകിസ്ഥാനിലെ പ്രമുഖ രാഷ്ട്രീയ മതസംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് ഹമാസിന് പ്രത്യേകമായിട്ടുള്ള ഓഫീസ് തുറക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഹമാസിന് ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ. ഗാസയിലെ ഒരു യുദ്ധ സാഹചര്യങ്ങൾ മുൻനിർത്തി